ദിവസം നോക്കി എന്നിട്ട് എടുക്കുന്നില്ലായിരുന്നല്ലോ കുഞ്ഞുമോളെ, എന്തോ ചെയ്യത്? എന്തോ പറ്റി? അല്ല അവിടെ പോയില്ലയോ? ഇപ്പൊ എവിടാ? ഈത്താണോ അവിടെ അത് വിഷയം എടുത്തത്? ഞാനത് പറയാം കേട്ടോ. ഹലോ, ഞാനത് പറയുന്നേ കേട്ടോ കേട്ടോ. എന്തുകൊണ്ടാ അവിടെ വിശേഷങ്ങളൊക്കെ? ആ വസ്തുവൊക്കെ വിറ്റ് എന്തൊക്കെ അറിഞ്ഞല്ലോ. എല്ലാം വിറ്റ് വരുത്തി അതെങ്ങാണ്ട് പോകാൻ തോന്നാണോ? എന്റെ കൊച്ചിനെങ്ങാനും കണ്ടിട്ടുണ്ടോ കുഞ്ഞോളമ്മ? അങ്ങോട്ടും വരത്തില്ലയോ അവന്മാര്? അത് എവിടെയാണെന്ന് ഇതൊന്നും ഇല്ലയോ? ഇവിടെ അവിടുന്ന് പോയി. അവളുടെ കൂടെ പോയോ? എന്തോ കേട്ടിട്ട് ജോലി? തുളസിനെ ഫോൺ എടുക്കുന്നില്ല. എന്താ റീചാർജ് ചെയ്തേ കുഞ്ഞുവളമ്മ? ശമ്പളമൊന്നും ഇല്ലയോ? ഈ റീചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ശമ്പളമൊന്നും ഇല്ലയോ കുഞ്ഞുവളമ്മ? കുട്ടിയൊന്നും കഴിച്ചില്ലയോ ആര്? വേറൊന്നും പോയില്ലേ കുഞ്ഞുവളമ്മ ഇപ്പം? അറുപത് വയസ്സാണോ കുഞ്ഞുവളമ്മേ? എന്റെ അമ്മച്ചിക്ക് വേണ്ട 88 വയസ്സോളം ആയെന്ന് പറയാം. 87-88 പഴയ നടക്കുമെന്ന് ആൾക്കാർ പറയും. ഇത് 60 വയസ്സിനത് വയസ്സാണ്. എന്തോ അല്ല അതൊരു ശരിയാ. നമുക്ക് വയസ്സൊന്നും വയസ്സല്ല. അല്ല അതെ പിന്നെന്താ. കുഞ്ഞുമോളമ്മയ്ക്ക് അറിയത്തില്ല. കുഞ്ഞുമോളമ്മ അവിടുന്ന് പോന്ന് ഇവന്റെ വീട്ടിൽ നിന്ന് നമ്മള് പോന്നു കഴിഞ്ഞിട്ടേ എന്താ എറണാകുളത്ത് വക്കീലായിട്ട് പോയി. നമ്മുടെ അവിടുന്ന് ഈ സീതയെന്ന് പറയുന്നത് ഇവനും കൂടെ നമ്മളെ ഓടിച്ചവിടുന്നത് കേട്ടോ. എവിടെ പോയാലും ഇവനും കൂടെ വരും. അവിടെ വന്ന ആൾക്കാരെ ഇതാക്കി. പിന്നെ അതുപോലെ വേറൊരിടത്ത് എറണാകുളത്ത് 2 ജോലി ചെയ്തു. അവിടുന്ന് ഓടിച്ച് അവസാനം ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന ഡൽഹിക്ക് വന്നത്. അന്നേരം ഇവള് എനിക്ക് ആ ഓഫീസിലെ അതിന്റെ ഓണർ എനിക്കൊരു ഫോൺ തന്നായിരുന്നു. ആ ഫോൺ ഞാൻ തിരിച്ചു കൊടുത്തില്ല. ഇവിടെ ഇപ്പൊ ഞാൻ പോയതല്ലേ ഇവിടെന്നാന്ന് അറിയാം. അങ്ങനെ ഞാൻ ഡൽഹിക്ക്
കല്യാണം കഴിച്ച് കഴിഞ്ഞ 1-2 വർഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ കല്യാണം നടക്കുന്നത് കേട്ടോ. അപ്പം ഇവരുമായി വിചാരിച്ചത് എങ്ങനെയെങ്കിലും മഴ എത്തിയിട്ട് BUP ഇവിടെ കൂടെ കെട്ടി എല്ലാം സ്വന്തമാക്കി ജീവിക്കാൻ വിചാരിച്ചു. ഇവരെന്നോട് എപ്പോഴും പറയുന്നത് പിള്ളേരൊന്നും ഇപ്പോഴേ വേണ്ട, പിള്ളേരൊക്കെ ആയ ഇങ്ങനൊന്നും നടക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞുമോളെ. ഇവരെന്നോട് പറഞ്ഞതാ, ഇത് സത്യസന്ധമായ കാര്യം കേട്ടോ കുഞ്ഞുമോളെ. എന്നിട്ടോ നമ്മളൊന്ന് അവിടെ ഒന്നും ആരും ഇല്ലല്ലോ, എന്റെ വീട്ടിലൊന്നും ആരും ഇല്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിട്ട് വിചാരിച്ച് നമ്മളൊന്നും നമുക്ക് അന്നൊന്നും ഇവിടെ വലിയ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. ഈ കുരുട്ടബുദ്ധി ഒന്നും അറിയത്തില്ല അന്നത്തെ കാലം, അന്നൊന്നും ഇത്രേ കേട്ടോ കുഞ്ഞുമോളെ. എന്നിട്ട് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അത് കഴിഞ്ഞു 1-2 വർഷം കഴിഞ്ഞപ്പോഴാ 3-ാമത്തെ വർഷമായി മാളവികയാണ്. എന്റെ കല്യാണം 2002 കഴിഞ്ഞത്. 2005 ഓഗസ്റ്റുള്ള ഈ മാള്. അത് കഴിഞ്ഞ് അപ്പൊ വർഷ വ്യത്യാസം പോയിക്കണം. 2002-ഉം 2005-ലാണ് നിങ്ങൾ ജനിക്കുന്നത് കേട്ടോ. ഹലോ, എന്നിട്ട് എന്താണെന്ന് അറിയും കുഞ്ഞുമോളെ. എന്നിട്ട് ഈ ഇവിടെ എന്റെ കൊച്ചിന് ഒരു 6 മാസമൊക്കെ ആയപ്പോൾ ഇവിടെ കല്യാണ നിശ്ചയം നടത്തി ഒരു തമിഴ് ബ്രാഹ്മണനുമായിട്ട് കേട്ടോ. കുഞ്ഞുമോൾക്ക് അറിയാമോ ഞാൻ അറിയത്തില്ലയോ? കണ്ടിട്ടില്ലയോ ഞാൻ? അവിടെ വന്നിട്ടുണ്ടല്ലോ കണ്ടി. അത് മരിച്ചു പോയപ്പോ ഒന്നില്ലയോ? അറിയത്തില്ലയോ കൊന്നാണ്? കൊന്നതാ. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ് നിശ്ചയം നടത്തി, ഇവരുടെ നിശ്ചയം നടത്തിയിട്ട് 1 വർഷം കഴിഞ്ഞ് കല്യാണം നടത്താമെന്നുള്ള ഇതിലെല്ലാം വെച്ചിട്ട് അപ്പൊ ഈ നിശ്ചയം നടത്തുന്ന ഈ BUP എന്നെ വെച്ച് പറയുക കേട്ടോ. കുഞ്ഞുമോളെ ശ്രദ്ധിക്കണേ, എന്നെ വെച്ച് പറയാം. സ്ത്രീയോട് ഇത് പറ, അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കരുത്, അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കരുത്, കയ്യെ ഫോട്ടോ ഇട്ട് ഫോട്ടോ എടുക്കരുത്. അങ്ങനെ എങ്ങനെയാണ്